ഹലോ ഫ്രണ്ട്സ്, ഇതെൻ്റെ ആദ്യത്തെ കമ്പനി ബോർഡ് LGS എക്സാം പ്രിപ്പറേഷനാണ്. ഞാനിതിന് മുന്നേ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും എഴുതിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് എക്സാം എഴുതാൻ പോകുന്നത്. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും സ്കിപ്പ് ചെയ്യാറുള്ള ഒരു പോർഷനാണ് ബയോളജി എന്ന് പറയുന്നത്. കാരണം +1 +2 ബയോളജി സയൻസ് എടുത്ത് പഠിച്ചതുകൊണ്ട് അത് പഠിക്കാതെ കിട്ടുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർ ഡെലിവറി എനിക്ക് ഒരു ഏജ് ചോദിച്ചാൽ വരെ എനിക്ക് 2 പ്രാവശ്യം ആലോചിക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് ഇപ്പം ആദ്യം തന്നെ തുടങ്ങാൻ കരുതി. അപ്പോൾ ആദ്യം സാംക്രമിക രോഗങ്ങളും രോഗകാരികളെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ട്, 2 മാസം പ്രായമായ ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ അവൻ ഉറങ്ങുന്ന സമയത്തേക്ക് എനിക്ക് പഠിക്കാൻ പറ്റാറുള്ളൂ. കൂടുതൽ സമയം അവൻ തന്നെയാണ് ചിലവാക്കുന്നത്. കാരണം അവനിപ്പോൾ ജനിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ആ സമയമൊക്കെ അവൻ്റെ ഒപ്പം തന്നെ ചിലവഴിക്കണം എന്നാണ് എൻ്റെ ഒരു തോട്ട്. അപ്പം 2 ടോപ്പിക്കൊക്കെ എനിക്കൊരു ദിവസം കവർ ചെയ്യാൻ പറ്റാറുള്ളൂ. അങ്ങനെ എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും പറ്റുന്ന അത്ര നോക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എനിക്കിതിന് മുന്നേ ഒരു ജോലി ഉണ്ടായിരുന്നു, ISROയിലായിരുന്നു, താൽക്കാലികമായിട്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് വേറൊരു ജോലി വേണമെന്ന് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ആ ജോലി നല്ല കംഫർട്ടായിരുന്നു. അപ്പോൾ ഒരു കംഫർട്ട് സോൺ വിട്ട് പുറത്ത് വരുന്നതിനുള്ളൊരു മടി എനിക്കുണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു കോളേജിൽ പോകുന്ന വൈബിലാണ് പോയിക്കൊണ്ടിരുന്നത്. കോളേജ് കഴിഞ്ഞിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തേ ഇല്ല. ഇഷ്ടംപോലെ ഫ്രണ്ട്സ്, സെയിം പിയർ ഗ്രൂപ്പിലുള്ള കുറേ ആൾക്കാർ, അങ്ങനെ നല്ല കംഫർട്ടായിരുന്നു. പക്ഷേ ഡെലിവറി ടൈം ആയപ്പോഴേക്കും എനിക്ക് ആ ജോലി വിടേണ്ടി വന്നു. തിരിച്ചങ്ങോട്ടേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് താൽക്കാലികമായതുകൊണ്ട് തന്നെ വേറെ ആൾക്കാർ ഫില്ലാവും. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് വേറൊരു ജോലി അല്ലെങ്കിൽ ഒരു സ്ഥിരമായൊരു ജോലി വേണം എന്നുള്ളൊരു തോട്ട് വന്നേ. അപ്പോഴാണ് എനിക്ക് LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്താലോ, എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ, ഞാൻ നോക്കാമെന്ന് വിചാരിച്ചേ. ഞാൻ ഇപ്പോൾ ഇതിനു മുന്നേ കുറച്ച് നാൾ PSC പഠിച്ചിട്ടുണ്ട്. പക്ഷേ അത് നല്ലപോലെ പഠിച്ച് എക്സാം എഴുതിയിട്ടില്ല. കാരണം എനിക്ക് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ ജോലിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ എക്സാം എഴുതുന്നുള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് പോകുന്നത്. ഈ ചാനൽ ഞാനിപ്പോൾ പുതുതായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ഇതേപോലെ എപ്പോഴെങ്കിലൊക്കെ വീഡിയോസ് ചെയ്യുമ്പോൾ ഇടാന്നൊക്കെ എത്തി തുടങ്ങിയൊരു ചാനലാണ്. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.